അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. 2 പതിറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ദൗത്യമെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വൈറലായി മാറുന്നത്. കർണാടകയിലെ ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരു കുടുംബം മാത്രമല്ല, മലയാളികൾ മുഴുവനാണ് അർജുൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നത്. എന്നാൽ ഓരോ വാർത്ത വരുമ്പോഴും പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത് മലയാളികൾക്ക് നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത്. വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയ ഈശ്വർ മാൽപേ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. 2 പതിറ്റാണ്ടിനിടയിൽ ഇത്രയും കഠിനമായൊരു ദൗത്യം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിനടിയിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. വെള്ളത്തിനടിയിൽ മുഴുവൻ ചളി നിറഞ്ഞിരിക്കുകയാണ്. അതിനടിയിൽ 4ാമത്തെ അടിത്തട്ടിൽ ഫുൾ ലോഹങ്ങളും അതേപോലെ കമ്പികളുമെല്ലാമാണ്. വെള്ളവും ചളിയും എല്ലാം മാറ്റാതെ എനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് ദൗത്യം നടക്കുന്നത് എന്നും ഈശ്വർ മാൽപേ കൂട്ടിച്ചേർത്തു. രക്ഷാപ്രവർത്തനത്തിന് ശ്രദ്ധ നേടിയ ഈശ്വർ മാൽപേ 100-ലധികം ആളുകളെ രക്ഷിച്ചിട്ടുണ്ട്. പുഴയുടെ അടിയൊഴുക്ക് കാരണമാണ് ഇത്രയുമധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. വെള്ളത്തിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നേവിയുടെ ആൾക്കാർ പിന്മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈശ്വർ മാൽപേയും സംഘവും അർജുനു വേണ്ടി കളത്തിലിറങ്ങിയത്. ദൗത്യത്തിൽ നിന്ന് മാൽപേയും സംഘവും പിൻവാങ്ങിയതോടെ ഇനി എന്ത് എന്ന ചോദ്യം തന്നെയാണ് ബാക്കി. ലോറി കണ്ടു എന്ന് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു വിവരവും വന്നില്ല. അർജുനെ കാണാതായിട്ട് ഇന്ന് നാളുകൾ ഏറെയായി. അമ്മ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എൻ്റെ മകന് എന്താണ് പറ്റിയത് എന്ന്. ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ട് ഞങ്ങൾ ഇനി എന്താണ് പറയുക, എന്നാണ് തിരിച്ചു വരിക, ഒന്നും അറിയില്ല എന്നാണ് സഹോദരി പറഞ്ഞത്. കണ്ണീരോടെ ഓരോ മലയാളികളും ഇന്നും അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ്. മലയാളികൾ മുഴുവൻ പ്രാർത്ഥനയുമായി രംഗത്ത് വരുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ടും അർജുനെക്കുറിച്ചുള്ള ഒരു വിവരം പോലും വരുന്നില്ലല്ലോ എന്നത് തന്നെയാണ് സങ്കടമുണ്ടാക്കുന്നത്. എന്നാൽ അർജുൻ്റെ വണ്ടിയുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ കണ്ടെടുത്തു എന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. എന്നാൽ ആ സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനും സാധിക്കുന്നില്ല. മണ്ണിൻ്റെയും ചളിയുടെയും ലോഹങ്ങളുടെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് മുങ്ങൽ വിദഗ്ധരെ അതിൽ നിന്ന് പിന്മാറ്റുന്നത്. എന്നിരുന്നാൽ കൂടി അർജുൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഇന്നും എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. മതമോ ജാതിഭേദമോ തന്നെ എല്ലാവരും ഇന്ന് അർജുനു വേണ്ടി കാത്തിരിക്കുക തന്നെയാണ്.